BSc കാർഡിയാക് കെയർ ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഇതിൻ്റെ മെറിറ്റ്സ് നോക്കാം. ആദ്യകാലങ്ങളിൽ ഡിപ്ലോമ കോഴ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളത്. പ്രധാനമായിട്ടും ECG, എക്കോ, കാത്ത് ലാബ്, TMD തുടങ്ങിയ കോഴ്സുകൾ. പിന്നീട് ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ BSc കാർഡിയാക് കെയർ ടെക്നോളജി കോഴ്സ് ഉണ്ടായി. ഈ BSc കാർഡിയാക് കെയർ ടെക്നോളജിയിൽ ചില കോളേജുകളിൽ എക്കോ മാത്രം പഠിപ്പിക്കുന്നു, എന്നാൽ ചില കോളേജുകളിൽ കാത്ത് ലാബ് മാത്രവും, എന്നാൽ ചിലയിടങ്ങളിൽ രണ്ടും ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് പറയാനുള്ള കാരണം പലപ്പോഴും ഈ കോഴ്സിന് ശേഷം പെൺകുട്ടികൾ കൂടുതലും എക്കോയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ആൺകുട്ടികൾ കൂടുതലും കാത്ത് ലാബാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഈ ഡിഗ്രി കോഴ്സിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ജോലികൾ എക്കോ ECG ടെക്നീഷ്യൻ, കാത്ത് ലാബ് ടെക്നീഷ്യൻ, കാർഡിയാക് സോണോഗ്രാഫർ, കാർഡിയാക് ICU അസിസ്റ്റന്റ് എന്നിവയാണ്. ഇനി നമുക്ക് കാർഡിയാക് കെയർ ടെക്നോളജി കോഴ്സിൻ്റെ ഡീമെറിറ്റ് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ജോലി തിയേറ്ററുകളിലായതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസിനും റേഡിയേഷൻസിനും വളരെയധികം സാധ്യതയുണ്ട്. കൂടാതെ ഷിഫ്റ്റ് ഡ്യൂട്ടി, ഓൺ കോൾ ഡ്യൂട്ടി പലപ്പോഴും വീക്കെൻഡുകളിൽ, ഹോളിഡേയ്സിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ഫീൽഡിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ലേണിംഗ് ആവശ്യമാണ്.